ഇന്നലെ മാധ്യമങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചർച്ചയിലായിരുന്നു. ചർച്ച എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല. അതായത് പട്ടാപ്പകൽ എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ ഒരു വണ്ടി അങ്ങ് കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ 3-4 ആൾക്കാർ വന്നിട്ട് അവനെ അങ്ങ് വെട്ടി കൊലപ്പെടുത്തുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതായത് എല്ലാ ചാനലുകളും അത് കാണിച്ചു. അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് അന്തിച്ചർച്ചകൾ നടത്തി. എന്തിനാണോ ഇവറ്റകൾക്കെല്ലാം അന്തിച്ചർച്ച? ഇവറ്റകൾക്കൊന്നും അന്തിച്ചർച്ചയൊന്നും വേണ്ട. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ ഈറ്റങ്ങളെ തുരത്തി പിടിക്കുന്ന അല്ലെങ്കിൽ എന്ത് തുരത്തി പിടിക്കൽ, എന്ത് തെളിവെടുപ്പ്? ഇതൊക്കെ CCTV-യിൽ ജനങ്ങൾ മുഴുവൻ കണ്ടതല്ലേ. ഇനി എന്തിനാന്നൊരു തെളിവെടുപ്പ്? ഇനി എന്തിനാന്നൊരു തുരത്തി പിടിക്കൽ? കുറേ നാൾ കഴിഞ്ഞ ഈറ്റങ്ങൾ വീണ്ടും വെളിയിലിറങ്ങി കഴിഞ്ഞിട്ട് അടുത്തോനെ തട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും വെളിയിലിറങ്ങും, അടുത്തോനെ തട്ടും, വീണ്ടും വെളിയിലിറങ്ങും, അടുത്തോനെ തട്ടും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നൊരു വലിയ കാര്യമൊന്നുമല്ല. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചായ കുടിക്കുന്നത് പോലെയാണ്. ഒരു ചായ കുടിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ചിരി പൊള്ളും ചിലപ്പോഴേ. പക്ഷെ ഇതിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം എന്താ, എല്ലാവർക്കും ഇഷ്ടമാണോ? ഇപ്പം പഴയ പോലെ ഒന്നും അല്ല, ജയിലിലെല്ലാം പോയി കിടക്കുക എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ ഹീറോയിസമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്കിലിടുന്ന പൈസ കിട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നയിച്ചാലും കൂടി കുടുംബത്തെ പോറ്റാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഇവർക്ക് ഇടുന്ന പൈസ ഇത്രപ്പാട്. അതാണ് ഈറ്റങ്ങൾക്ക് ഇങ്ങനെ വലിയ വലിയ വണ്ടി എടുക്കാനും അതുപോലെ തന്നെ കറങ്ങാനും. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഇവറ്റകളെയൊക്കെ പുറകിൽ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരുണ്ട്. എന്തിനും പോന്നേ ഭയപ്പെടുത്തി നിർത്തിക്കാൻ വേണ്ടിയിട്ട്. അതായത് എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തിക്കുന്ന ഏതൊരു വലിയൊരു ഡോൺ ഉണ്ട് ഇവരുടെ പുറകിൽ എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കറ, ഇതൊക്കെ പണ്ട് നമ്മൾ സിനിമയിലും അങ്ങനെയൊക്കെ കണ്ട കാര്യങ്ങളാണ്. സിനിമയിൽ പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മളെ കൺമുന്നിൽ. എന്തിനാടോ വെറുതെയെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ അരക്ക് വെച്ചിരിക്കുന്ന സാധനം എടുത്തിട്ട് 4 റൗണ്ടങ്ങ് പൊട്ടിച്ചുകൂടെയായിരുന്നു. അത് പൊട്ടിക്കാനും പറ്റൂലേ? ഉള്ള കാര്യം എന്താ പറയുന്നത്? ഇനി പോലീസുകാരെങ്ങാനും ഇവരെ കൈവച്ചിട്ട് ഇവറ്റകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കിറക്കും മനുഷ്യത്വപരമായിട്ടുള്ള കാഴ്ചപ്പാട്. മനുഷ്യത്വപരം മണ്ണാൻ കട്ട ബോറയായിരുന്നു ഒലക്ക. പേടിപ്പിച്ച് മനുഷ്യന്മാർ ഊപ്പട എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എടുക്കും കേസ്. ഇങ്ങനെയുള്ളവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കയറൂരി വിടുകയും ചെയ്യും. മാങ്ങാത്തൊലി. ഏയ്യേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജിക്കൂ കേരളമേ എനിക്ക് പറയുള്ളൂ. ലജ്ജിക്കൂ. ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഗുണ്ടകൾ കൂടി, ജീവിതമാർ കൂടി, മറ്റവർ കൂടി. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള, അതായത് നമ്മളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു ഉറപ്പുമില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഒരു ഉറപ്പുമില്ല. അതാണ് ഇത്രയും അഴിഞ്ഞാടുന്ന, അതായത് പകല് പോലും മനുഷ്യന്മാർ നോക്കി നിൽക്കെ ഇത്രയും അഴിഞ്ഞാടുന്ന ദുരന്തങ്ങൾ. അതിന് മുന്നേ വേറൊരുത്തനെ വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ അമ്പലത്തിൽ ഉത്സവം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ അതൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക, വീഡിയോ പകർത്തുക. ഒരാളെങ്കിലും ഉണ്ടോ മിണ്ടാൻ വേണ്ടിയിട്ട്? ഒരാളെങ്കിലും ഇവറ്റകൾ ഏതെങ്കിലും ഒന്നിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം തികച്ച് ജയിലിടാൻ പറ്റൂല. ജയിലിടൂല. അപ്പോഴേക്ക് ഈടില്ല രാഷ്ട്രീയക്കാരല്ലേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കാരണപർവ്വത കേസിലെ പെണ്ണിനെയും മറ്റേവരെയും ഒക്കെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കലല്ലേ പണി. എല്ലാവരെയും രക്ഷിക്കല്, തുറന്നു വിടല്. ഇതൊന്നും അല്ലാടോ വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ജയിലിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കരുത്. ഇവർ തിരിച്ചു വരുമ്പോഴേക്ക്, അതായത് മാനസികപരമായിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ തളർന്ന് തരിപ്പണമാക്കിയിട്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കണം ഇവനൊക്കെ തിരിച്ചു വരുന്നത്. ഭക്ഷണം കിട്ടാതെ നരകിക്കണം ജയിലിൽ. അതാണ് വേണ്ടത്. ജയിൽ പുള്ളികൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യരുത്. അവർക്ക് നരകിക്കോ വേണ്ടത്. ഇതല്ലല്ലോ. നല്ല ചിക്കനും മട്ടനും പോരാതെ ശമ്പളവും. എന്താ പിന്നെ വേണ്ടത്? ആരാ പോവാത്തത്? ആരാ ആഗ്രഹിക്കാത്തത്? നീ ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ എന്നെ പിടിച്ച് അകത്തിടും. അങ്ങനെ ഉണ്ടാവുക. നമ്മളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. പകല് എന്നിട്ട് എന്തിനാ ഇവറ്റകളെ പിടിച്ചുകൊണ്ടിരുന്ന്? അതാ ഞാൻ ചോദിക്കുന്നത്. പുച്ഛാണ് ചോദിക്കുന്നത്, പുച്ഛം. എന്നിട്ട് യുവമാരെ പിടിച്ചുകൊണ്ടുവരിക, എന്നിട്ട് യുവന്മാർക്ക് വേണ്ടി ചർച്ച. ആഷ്മിയെല്ലാം ചർച്ച. എന്തിനാ ചർച്ച? യുവന്മാർക്ക് വേണ്ടിയിട്ട് കൊന്നു തീരട്ടെ. അവന്മാർ എല്ലാവരെയും കൂടിയിട്ട് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടകളെ മൊത്തത്തിൽ പിടിച്ചിട്ട് ഒരു കൂട്ടിലിടുക. ഇത് തമ്മത്തല്ലാൻ പറയാം പരസ്പരം. അങ്ങനെ തമ്മിൽ ഇന്നലെ ഇപ്പോഴും ആ ഒരു സംഭവം കണ്ടപ്പോഴും എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒരു ഗുണ്ടയും തീർന്നല്ലോ. ആ ഗുണ്ടേൻ്റെ രോദനം ഉണ്ടല്ലോ, ആ രോദനം ഭയങ്കരമായിരുന്നു. അവിടെ കേട്ട് നിന്നവർ പറയുന്നില്ല, അയ്യോ കൊല്ലല്ലേ പറഞ്ഞു തീർക്കാടാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ രോദനം ഇന്നലെ ആ കൊല്ലം പട്ടണം മുഴുവൻ, അതായത് ആ കരുനാഗപ്പള്ളി കൊല്ലം ഭാഗങ്ങളിലുള്ളവരെല്ലാം കേട്ടു എന്നാണ് പറയുന്നത്. ഒരു ഗുണ്ടയുടെ രോദനമാണ്. അതായത് നാട് വിറപ്പിച്ച ഒരു ഉണ്ടയുടെ രോദനമാണ്. കൊല്ലല്ലേ
എന്തൊരവസ്ഥയാണോ ഇത്, എന്തൊരവസ്ഥ, ചിരിക്കാണ്ടെന്നാ വേണ്ടത്. പണ്ടൊക്കെ നമ്മള് എന്താ ഒരു 90 കാലഘട്ടത്തിലല്ലോ ഈ ബോംബെയിൽ കരിക്ക് കച്ചവടക്കാരും അതുപോലെ തന്നെ ബാംഗ്ലൂരിലുള്ള കുറേ ആൾക്കാരും ഇവരൊക്കെ പറയുന്ന ആൾക്കെ ഗുണ്ടായുസും ഉണ്ട്, ഇങ്ങനെ വന്ന് ഗുണ്ടകൾ വരും, നമ്മളെ കത്തിയുടെ മുകളിൽ നിർത്തും, അവർ ബിസ്ക്കറ്റും ചായയെല്ലാം കുടിച്ചിട്ട് പോകും, പൈസ എത്തില്ല എന്ന് പറഞ്ഞിട്ട്. അതാണ് സംഭവം. അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡീസൻ്റ് ആയിട്ട് അവിടെയൊന്നും ഒരു കുഴപ്പമില്ല. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, ഞാൻ പറയാം അവിടെയൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെയാണ് ഇപ്പോഴെല്ലാം വന്നിരിക്കുന്നത്, എല്ലാം വന്ന് അടിഞ്ഞു ചേർന്നിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. സത്യം പറയാലോ, എല്ലാം കൊണ്ടും നമ്മുടെ നാടിൻ്റെ അധോഗതി തീർന്നിരിക്കാന്നേ ഞാൻ പറയുള്ളൂ. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ മറ്റേ എന്താ പറയണ്ടേ ഇതിൻ്റെ ഒക്കെ പുറകെ പോകുന്ന, അതായത് യോമാരെയൊക്കെ എന്ന് പറഞ്ഞാൽ തീർക്കണം, എങ്ങനെയെങ്കിലും എഴഞ്ഞിട്ടേ പിന്നെ പോകാൻ പാടുള്ളൂ. ആ ഒരു ഗതിയിലാക്കണം. ഗുണ്ടകൾ വേണ്ട, നമുക്ക് ഗുണ്ടകൾ വേണ്ട. ഇതെന്ന് പറഞ്ഞാൽ പ്രഹസനമാണ്. ഇതിനിടയ്ക്ക് ഒരു ഗുണ്ടേനെ നാട് കടത്തിയിരിക്കുന്നത്. ഓൻ അവിടെ പോയിട്ട് എനിക്ക് അറിയാക്കൂലേ, ആ നാട്ടുകാർക്ക് പണിയായി, അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ആ ഗുണ്ടേൻ്റെ ആ കരച്ചിലുണ്ടല്ലോ, അത് കേൾക്കുമ്പോഴും ഒരു സംഗീതം പോലെയാണ്. എന്താ കരച്ചിൽ, ഇത്രയും വലിയ പേടിയുള്ളവനൊക്കെ ഗുണ്ടയാകാൻ പാടുള്ളൂ. ഇവനൊന്നും ഗുണ്ടയല്ല, ഇവനൊന്നും പേടിത്തൊണ്ടരാന്ന് ഇവനൊക്കെ. മനസ്സിലായി. ഗുണ്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റങ്ങളൊക്കെ ഓരോരു പേര്, എന്നാ അലുവ അതുല്, പിന്നെ ബ്ലാക്ക് ഷാജി, എന്തെന്നാന്നടേ ഇത്? എന്ത് പ്രഹസനമാണ് സജി ഇത്? എന്ത് പ്രഹസനമാണിത്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വളരാൻ അതെങ്ങനെ? കാരണം എല്ലാവർക്കും വേണ്ടത് ഗുണ്ടകളെയാണ്, മനുഷ്യന്മാരെയൊന്നും ആയിരിക്കാൻ വേണ്ട. എല്ലാവർക്കും എന്നാ അറിയാം, പേടിപ്പിച്ചിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിച്ചിട്ടും നിർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുമോ ഭയങ്കരം തന്നെ, ഒരു മണ്ണാങ്കട്ടിയല്ല. എല്ലാവർക്കും ഭീഷണിപ്പെടുത്തുന്നവനെയും മറ്റവനെയാണ് വേണ്ടത്. പിന്നെ വേറൊരു കണ്ട് ധീരൻ ഒരു മരണേ ഉള്ളൂ. മനസ്സിലായ? ഇങ്ങനെ കുറെ ചാവാലികളുണ്ട്, ആർക്കോ വേണ്ടിയിട്ട് തീരുന്ന. ഇനിയും കുറേ എണ്ണം തീരട്ടെ, ഇന്നും എല്ലാവരെയും തുറന്നു വിടണം എന്ന് പറഞ്ഞാൽ അവന്മാർ വെട്ടി മരിച്ചോളും. നമ്മളീ നോക്കുമ്പോൾ ഇനി പിന്നെ അലുവ അതുലിൻ്റെ കുറേ എണ്ണം വന്നിട്ട് ജിലേബിക്കാർ വരും, ജിലേബിക്കാർ വന്നിട്ട് പിന്നെ ലഡുക്കാർ വരും, ആ ലഡു അതുലിൻ്റെ ആൾക്കാർ വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വാർത്ത കണ്ടപ്പോൾ ഞാൻ ജീവിക്കുന്നത് നമ്മൾ കേരളത്തിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നഗരങ്ങളിലാണോ എന്ന് പോലും ആലോചിച്ചു പോയി. പട്ടാ പകലൊക്കെ ഇത് ചെയ്യുക, ആൾക്കാർ നോക്കിയിരിക്കുക. അത് മാത്രമല്ല, മുക്കിന് എന്ന് പറഞ്ഞ വാഹന പരിശോധന എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ നിൽക്കുന്നത്. എന്നിട്ടും അവിടെയൊക്കെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് എന്തോ നാളെ ഇതൊരു 4 റൗണ്ട് ടിക്ക് ആയിക്കോടെ പിരിച്ചു വിടാന്നുള്ള സമയത്ത് ചില UP പോലീസിനെ എല്ലാവരും ഇന്ന് കമന്റ് ചെയ്യുന്നതാണ്, UP പോലീസിൽ ഏൽപ്പിച്ചാൽ മതി. UP പോലീസ് ഉള്ള കാര്യം പറയാലോ, ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരി തന്നെയാട്ടാ. അതായത് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയപരമായിട്ടൊന്നും ഒരു യോജിപ്പും ഇല്ലെങ്കിലും ചില സമയത്തൊക്കെ നമുക്ക് തോന്നും, അതായത് ഇങ്ങനെയൊക്കെ എതുകുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നല്ല. പക്ഷെ അപ്പോൾ തന്നെ മനുഷ്യാവകാശം ഗുണ്ടകൾക്ക് എന്ത് മനുഷ്യാവകാശം വന്നിന്? ഇവറ്റകളെയൊക്കെ തുടച്ചു നീക്കേണ്ടത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ട് പിന്നെ ജീവിതത്തിൽ അവന്മാർന്നും ജയിലിൽ പോകില്ല എന്ന് വെക്കണം. അതാണ് വേണ്ടത്. അതായത് അവരെ എല്ലും തോലുവാക്കിയിട്ട് വിടണം, ജയിലിൽ കൊണ്ടുപോയിട്ട് എല്ലും തോലുവാക്കിയിട്ട് വിടണം. എന്നാൽ പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ചെത്തോളൂ പറഞ്ഞ്. അതാണ് ഒരു പട്ടീൻ്റെ വില പോലും കൊടുക്കരുത്. അതാണ് വേണ്ടത്. പട്ടീൻ്റെ വില പോലും കൊടുക്കാതെ ജയിലിൽ എന്ന് പറയുമ്പോഴേക്ക് പേടി സ്വപ്നമായിരിക്കണം. അതായത് ജയിലിൽ ഞാൻ പോയില്ല, ആ ജയിലിൻ്റെ പേടിയായിരിക്കണം അവനെ പിന്തിരിപ്പിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം, ബൈ.